എൻ്റെ പേര് ലിസമ്മ. ഞാൻ കണ്ണൂർ ജില്ലയിൽ നിന്ന് പാത്തമ്പാറയിൽ നിന്ന് വരുന്നു. അത്ഭുതജയമാലയുടെ കിട്ടിയ അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ ഒരു മോളുടെ കല്യാണം ഒരിക്കലും അവൾ കല്യാണത്തിന് സമ്മതിക്കുകയില്ലായിരുന്നു. എൻ്റെ ദശാംശം കൊടുത്ത് അത്ഭുതജയമാല കൂടിക്കഴിഞ്ഞപ്പം അവളുടെ കല്യാണം എല്ലാം നല്ല ഭംഗിയായിട്ട് തന്നെ നടന്നു. സമ്മതിച്ചു അല്ലേ? അവൾ സമ്മതിച്ചു. എത്ര പ്രാവശ്യം അത്ഭുതജയമാല കണ്ടു? അത് കുറേ പ്രാവശ്യം കണ്ടിരുന്നു അല്ലേ? അപ്പം അത്ഭുതജയമാലയുടെ അച്ഛൻ വിളിച്ച് പറയും, എലിസബത്തിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. അവളുടെ പേരാണ്. പിന്നെ ദുബായിലുള്ളൊരു നേഴ്സിനെ കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ടെന്ന് അച്ഛൻ പറയുമായിരുന്നു. അപ്പോൾ അതൊക്കെ എൻ്റെ മോളായിരിക്കും എന്നോർത്ത് ഞാൻ നന്നായിട്ട് പ്രാർത്ഥിച്ചു. അപ്പോൾ കല്യാണങ്ങളെല്ലാം നന്നായിട്ട് തന്നെ ഈശോ നടത്തി തന്നു. ഞാൻ ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ മൂത്ത കൊച്ചിന് 8 വയസ്സായി. രണ്ടാമതൊരു കൊച്ചുണ്ടായി മരിച്ചും പോയി. പിന്നെ ഒരു കൊച്ച് വേണമെന്നുള്ളത് അവർക്കും ഭയങ്കര പേടിയായിരുന്നു. പിന്നെ ഇവർക്ക് എല്ലാം കൊണ്ടും ഒരു വിഷമമായിരുന്നു. പക്ഷേ അത്ഭുതജയമാലയിൽ ഇതുപോലെ നിയമം വെച്ച് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പം നമുക്ക് ഇപ്പോൾ ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെയും കൂടെ നൽകി കർത്താവ് അനുഗ്രഹിച്ചു. പിന്നെ ഇവിടുന്ന് കൊണ്ടുപോയി ഒലിവ് ഓയിൽ തേച്ചിട്ട് എനിക്ക് എപ്പോഴും തലവേദനയായിരുന്നു. ഞാൻ കുളിക്കുമ്പോഴൊക്കെ വിശ്വാസപ്രമാണം ചൊല്ലി ഒലിവ് ഓയിൽ തേച്ച് കഴിയുമായിരുന്നു. അപ്പോൾ കുറേ നാൾ തേച്ച് കഴിഞ്ഞപ്പം പിന്നെ ഈ തലവേദന പോയ കാര്യം പോലും ഞാൻ അറിഞ്ഞില്ല. അങ്ങനെ ഒരു അനുഗ്രഹം തന്നു. അതിന് ഈശോയ്ക്ക് നന്ദി പറയുന്നു. പിന്നെ ഞാൻ ഒരു കോളേജിന് യൂണിവേഴ്സിറ്റിയുടെ ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഒത്തിരി തടസ്സമായിരുന്നു. ഒത്തിരി പേര് പ്രാർത്ഥിക്കുന്നുണ്ട്, ഒത്തിരി പേരുടെ അധ്വാനമൊക്കെ ആയിരുന്നു. അപ്പം അത് ഞാൻ നിയമം വെച്ച് പ്രാർത്ഥിച്ചു. അത് ഇപ്പോൾ 1 മാസം മുമ്പ് ആ യൂണിവേഴ്സിറ്റിക്കുള്ള അംഗീകാരങ്ങളൊക്കെ കിട്ടി. എല്ലാ അനുഗ്രഹത്തിനും ഈശോയ്ക്ക് നന്ദി പറയാം. പ്രൈസ് ദി ലോർഡ്.